ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു ട്രാവൽ വ്ളോഗാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഷാനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. വാനിക്കുട്ടിയും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കാറിൽ കയറി വാനിക്ക് തലവണ വെച്ച് കൊടുത്തു. അവളപ്പം തന്നെ അവിടെ കിടന്നു. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇറങ്ങിയപ്പോൾ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. വെറുതെ അങ്ങോട്ട് കയറിയിരുന്നു. ജസ്റ്റ് മൂന്നാർ വരെ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഓർത്തു എപ്പോഴും ഇങ്ങനെ 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് വേണ്ട, വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഒരു ഇതുണ്ടല്ലോ ഗ്യാസ് LPG ഇല്ലേ, ഓട്ടോ LPG അതുള്ളത് എവിടെയാണെന്ന് നോക്കി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ KR ഓട്ടോ ഫ്യൂൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോ ഫ്യൂൽസ് ബോധിമേട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ജസ്റ്റ് റൂട്ട് മാപ്പൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങോട്ട് പോവാണ് കേട്ടോ. ഇത് പോകുന്ന വഴിയാണ്. പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് പോകും ജസ്റ്റ് മൂന്നാറൊന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചതായിരുന്നു. അതുകൊണ്ട് പ്രീ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വെറുതെ ഇറങ്ങി. ഇത് പോകുന്ന വഴിക്കുണ്ടല്ലോ 2-3 ജംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടോ, അവിടെ ഒന്നും ഇറങ്ങിയില്ല. വൈകുന്നേരം ഇറങ്ങി. ഒരു എത്ര മണിയായിരുന്നു, 5 മണി കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് പുറത്തെവിടെയും ഇറങ്ങി കാഴ്ച കണ്ടു പോവാതെ ജസ്റ്റ് അങ്ങ് പോവായിരുന്നു. ഒരുപാട് എവിടെ ഇറങ്ങിയൊന്നുമില്ല. അങ്ങനെ സ്ഥലങ്ങളൊന്നും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇവാനിക്കുട്ടി എണീറ്റ് എൻ്റെ കയ്യിലേക്ക് വന്നായിരുന്നു. ആൾ ഭയങ്കര ബഹളമാണ്. വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ബഹളമായിരുന്നു. കക്ഷി എൻ്റെ കയ്യിൽ നിന്നാകെ വഴക്കും കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് പ്രോപ്പറായിട്ട് വീഡിയോ ഞാൻ എവിടെയെങ്കിലും നല്ല എന്താ വ്യൂ കണ്ടത് വീഡിയോ എടുക്കാൻ ഫോണൊക്കെ ഓപ്പണാക്കി വരുമ്പോഴത്തേക്കും, ക്യാമറയൊക്കെ ഓപ്പണാക്കി വരുമ്പോഴത്തേക്കും വ്യൂ ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. കയ്യിലിരുന്ന് ഇവാനി ഭയങ്കര ബഹളം വയ്ക്കുമ്പോൾ ഫോൺ എടുക്കാൻ എല്ലാത്തിനും ഡിലേ ഒക്കെ ആവും. അതുകൊണ്ട് തന്നെയല്ല എൻ്റെ ഫോണിൽ ചാർജും കുറവായിരുന്നു. ഇത് ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. എൻ്റെ അമ്മയപ്പൂപ്പ മാറി. എനിക്കിങ്ങനെ വണ്ടി പോകുമ്പം നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിലിരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ മതിലിൽ കയറി പോകുന്ന പോലെ തോന്നും. റൈറ്റിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലേക്ക് ചെന്ന് കയറും എന്നൊക്കെ ശരി. എനിക്ക് പറഞ്ഞിട്ട് കാറിലൊക്കെ കയറിയിരിക്കുന്നത് ഭയങ്കര പേടിയാണ്. കാറിലിരിക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. ഒന്നെങ്കിൽ ഇടത്തോട്ട് വീഴുമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പോണ വഴിയിലുള്ള ആൾക്കാരൊക്കെ ഇടിക്കുമെന്ന് വിചാരിക്കും. റൈറ്റ് സൈഡിൽ വരുന്ന വണ്ടിയിലേക്ക് ഇടിക്കുമെന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് കാറ് ഒക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാറ് ഓടിക്കാനൊക്കെ. എന്താ കുട്ടി ആണോ? അങ്ങനെ ഞങ്ങളിവിടെ ഒരു ജംഗ്ഷനിലെത്തി. അവിടെ ഉണ്ടല്ലോ അവിടെ ഒരു ബേക്കറി ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഒരു ദിൽഖുഷും പിന്നെ ഒരു ഡ്രിങ്കും നമ്മുടെ മിറണ്ട അതും മേടിച്ചു. അത് മേടിച്ച് കഴിക്കലും കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും പോയി. ഇത് എനിക്ക് തോന്നുന്നു പൂപ്പാറ എസ്റ്റേറ്റ് അങ്ങനെ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ നിന്ന് തോന്നുന്നു കേട്ടോ. തേയിലത്തോട്ടമാണ്. ഒരു റൈറ്റ് സൈഡിൽ ഫുൾ തേയില നന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നു അത് മുഴുവൻ കളഞ്ഞിട്ട് പുതിയത് വയ്ക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് റൈറ്റ് സൈഡിലായിരുന്നു നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നത്. കാണാൻ നല്ല രസമായിരുന്നു. നല്ല ഭംഗിയുള്ള മരങ്ങൾ. ഇല്ലേ, നല്ല രസമല്ലേ മരമൊക്കെ കാണാൻ. ശരിക്കും ഇങ്ങനെ ഈ ഫോട്ടോയിലേക്ക് ഞാനിങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ വരച്ച് വെച്ച പോലത്തെ മരങ്ങളൊക്കെ നല്ല രസം അത് കാണാനായിട്ട്. എന്തായാലും ഇരുട്ടി തുടങ്ങി, സന്ധ്യയായി തുടങ്ങി. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങിക്കോളായിരുന്നു. ഈ റോഡ് ഫുള്ളിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ പോലെ വളഞ്ഞ് കിടക്കുന്ന വഴികളാണ് ഫുൾ റോഡും.
ഇവിടെയൊക്കെ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് റോഡിൻ്റെ സൈഡിൽ ഫുള്ളിങ്ങനെ പാറക്കല്ലുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് റോഡിൻ്റെ സൈഡിൽ. ശരിക്കും ഭയങ്കര, എനിക്കൊന്ന് മഴ സമയത്തൊക്കെ പോകാൻ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു ഈ റൂട്ട്. ബേസൻ വാലി, ബോദിമേട്, ഈ കൊച്ചി ബേസൻ വാലി വഴി. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറേ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ റോഡിൽ ഉണ്ടായിരുന്നു. പോകുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള വഴിയൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്കൊന്ന് മഴക്കാലത്ത് ഭയങ്കര റിസ്ക്കാണ് അതുവഴി പോകാൻ വേണ്ടിയിട്ട്. നിറയെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റോഡ് സൈഡ് നിറയെ പാറക്കല്ലുകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പക്ഷേ ഒട്ടും ആൾക്കാർ താമസിക്കുന്ന ഏരിയ ഒന്നുമല്ല. ശരിക്കും ഒരു പ്യുവർ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ആൾതാമസ സ്ട്രീറ്റ് ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വഴിയാണത്. നാഷണൽ ഹൈവേ ആണ് സംഭവം. കൊച്ചി കേരള തമിഴ്നാട് ഇങ്ങനെ ബന്ധിപ്പിക്കുന്ന ഇതാണ് നാഷണൽ ഹൈവേ. ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നിർത്തി ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് നിർത്തി ഒന്ന് ഇറങ്ങി കണ്ടത്. കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു സ്ഥലത്തും കൂടെ ഇറങ്ങിയായിരുന്നു. കണ്ടോ, ഇതൊരു റിസോർട്ടോ മറ്റോ ആണ് കേട്ടോ ഇതിൻ്റെ പൊക്കത്തുള്ളത്. ചെറിയൊരു ഹോം സ്റ്റേയോ റിസോർട്ടോ അങ്ങനത്തെ എന്നൊരു ചെറിയൊരു സംഭവം. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇവാനിക്കുട്ടി എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയി. കാണാം, കയ്യിൽ തൂങ്ങിക്കിടന്ന് ഉറങ്ങുന്നു. വീഡിയോ ഒക്കെ എടുക്കുന്നത് അറ്റപ്പറ്റിയായിരുന്നു. കഷ്ടപ്പെട്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ പോകുന്ന വഴി വളവളാന്ന് കിടക്കുന്ന വഴികളാണ്. ഇറങ്ങിയ സമയം തെറ്റിപ്പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങിയായിരുന്നെങ്കിൽ ശരിക്കും നല്ല കോടയൊക്കെ കാണാമായിരുന്നു. രാവിലെ ഇറങ്ങണമായിരുന്നു. ഈ സമയത്ത് നല്ല തണുപ്പാണ് അവിടെ. പക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴത്തേക്കും രാത്രി. ഞങ്ങൾ എത്ര മണി, 8 മണിയായിരുന്നു അവിടെ എത്തിയപ്പോൾ. ഒരു 2 മണിക്കൂർ ട്രാവലുണ്ട്. 2 മണിക്കൂർ. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും നിർത്തി കണ്ട് ഒക്കെ തിരിച്ചു വരായിരുന്നു. ഇത് നമുക്ക് എവിടെ ഇറങ്ങാനുള്ളൊരു സമയം കിട്ടിയില്ല. എന്താ തുറക്കണോ? തുറന്നു. എന്നാ ഉണ്ട്, നല്ല അടിപൊളി. ശരിക്കും കോടയാണ് കേട്ടോ അത്. കോട കാരണം കുറേയൊക്കെ അങ്ങോട്ടേക്ക് കാണാനേ പറ്റുന്നില്ല. അപ്പുറത്തെ സൈഡിലേക്കൊന്നും കാണാനേ പറ്റുന്നില്ല. സന്ധ്യയായി തുടങ്ങിയായിരുന്നു. ഇരുട്ടി തുടങ്ങി. കണ്ടോ സൈഡിൽ കണ്ടോ പാറയൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്ന. അവിടെ നിർത്തിയിട്ട് അത് വെറുതെ എന്താ പറയുക, ജസ്റ്റ് ഒന്ന്, അത്ര നല്ല വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയെന്നേ ഉള്ളൂ അവിടെ. കാക്കേ കാക്കേ പാടി. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ പോകുന്ന വഴി. കുറച്ചുകൂടെ അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വളഞ്ഞു 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 വട്ടം കറങ്ങണ പോലത്തെ വഴി.